ഒരു 6-8 വർഷം മുമ്പേ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്ന് ഒലക്ക എൻ്റർടൈൻമെൻറ്റ്സ് എന്നൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയതായിരുന്നു. യൂട്യൂബിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ അതിനിടയിൽ നമുക്കെല്ലാം ഒരു വിഷമമുള്ളൊരു കാര്യം, അന്ന് നമ്മുടെ കൂടെ നിന്ന ഒരാൾ ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ളത്. JSK പോലൊക്കെ ഒരു വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവൻ എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് കണക്റ്റഡ് ആണല്ലോ ഈ ശംഖ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ജാനകി വി എന്നാക്കണമെന്ന് പറഞ്ഞാൽ ശംഖ് വി എന്ന് വല്ലതും പറയാൻ ചാൻസ് ഉണ്ട്. ഇവനൊരു സീനിൽ ശംഖ് എടുത്തിട്ട് പറഞ്ഞു 1 2 3 4 5 6 വലംപിരി ശംഖ് എന്ന് പറയുന്നുണ്ട്. വലംപിരി ശംഖ് ഞങ്ങൾ അതിനെ ഉദ്ദേശിക്കുന്നത് എന്താണ്, തിയേറ്ററിൽ പോയി 25-ാം തീയതി റിലീസാകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. അത് കണ്ടിറങ്ങിയതിന് ശേഷം ഇതെന്താണ് വലംപിരി ശംഖ് എന്നുള്ളത് മനസ്സിലാകും. ചില കഥാപാത്രങ്ങൾ ഇവർ എഴുതുമ്പം എൻ്റെ മുഖമാണ് ഇവർക്ക് വരുന്നത് നിങ്ങൾ ആഷിക്ക് പറഞ്ഞു. എൻ്റെ ഭാഗ്യം പറയട്ടെ, പിന്നെ ഒലക്കയുടെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് ഞാൻ മാറുമായിരുന്നു. ഭാഗ്യം എന്ന് പറയാം, ലോട്ടറി അടിക്കാന്ന് പറയാം. അത് ഞാൻ സ്കൂൾ നാടകത്തിൽ അഭിനയിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അഭിനയമായിട്ടൊന്നും അറിയത്തില്ല. അഭിനയത്തിന് വേണ്ടി കയറുന്നപ്പോഴത്തേക്ക് നമ്മളെ കിളി പറന്നുപോയി. കാരണം എന്താ ചെയ്യുന്നത്, എന്താ കിളിയും പറന്നുപോയി. പ്രകാശിൻ്റെ കൂടെ ചേർത്തൊരു ഇന്നും കൊണ്ട് പ്രകാശൻ എന്ന പേര് 75 ബ്ലോക്ക് എന്ന് പറയുന്ന വെബ് സീരീസിൽ കൂടെ ഞാനും ആഷനും കൂടെ ഒലക്കയുടെ ഈ കൂട്ടായ്മയിലോട്ട് വരുന്നത്. പോസ്റ്ററിനകത്ത് പുള്ളി മാത്രമല്ല, പുള്ളി ഓട്ടോയിലോട്ട് മൊത്തത്തിലൊരു ദുരന്ത കഥയായിരുന്നു. നിങ്ങൾ അനുഭവിച്ച ഒരു വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഇതിനകത്തിൽ? വെല്ലുവിളികൾ തുടക്കം തൊട്ടേ വെല്ലുവിളികളുണ്ട്. പല സിനിമയ്ക്കകത്ത് കാണുന്ന സൗഹൃദങ്ങൾ കണ്ടിട്ട് എന്താടാ ഇത്, എന്ത് സൗഹൃദം എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇതിനകത്ത് ഒരു നെഗറ്റീവ് പറയുന്ന ഒരാൾ പോലും ഇല്ല. എല്ലാവരും പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, ഇത് അവരുടെ സിനിമയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര പ്രദേശമായ സീതത്തോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിൽ നിന്ന് കുറേയേറെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു സിനിമ മലയാള സിനിമയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന 25-ാം തീയതിയാണ് ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ സംവിധായകരും കൂടെ അഭിനയിച്ച അണിയറ പ്രവർത്തകരും എല്ലാം ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയുകയാണ്. ഓക്കെ, നമ്മൾ അവരിലേക്ക് വരാം. നമസ്കാരം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഡയറക്ടർ ഷംനാദിൽ നിന്ന് തുടങ്ങാം. ഈ സിനിമയെക്കുറിച്ച് 25-ാം തീയതി റിലീസാകുകയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം. വലംപിരി ശംഖ് എന്നൊരു സിനിമ ശരിക്കും അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു സിനിമയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴോ ഒന്നും നമ്മളൊരിക്കലും ഇതൊരു സിനിമയാകും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഒരു 6-8 വർഷം മുമ്പേ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്ന് ഒലക്ക എൻ്റർടൈൻമെൻറ്റ്സ് എന്നൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയതായിരുന്നു. യൂട്യൂബിൽ. ഓക്കെ. അവിടെ നിന്ന് അത് വളർന്ന് ഇപ്പം സ്വന്തമായിട്ട് ഒരു സിനിമ എന്നൊരു രീതിയിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ അതിനിടയിൽ നമുക്കെല്ലാം ഒരു വിഷമമുള്ളൊരു കാര്യം, അന്ന് നമ്മുടെ കൂടെ നിന്ന ഒരാൾ ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ളതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടിയാണെന്നാണ് പറയുന്നത്. അതുകൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ആളുടെ ഒരു ആഗ്രഹം കൂടെ ഇതൊരു സിനിമയാക്കണം, ഇല്ലെങ്കിൽ ഈ ഒരു കൊച്ചു നാട്ടിൽ നിന്ന് ഇങ്ങനൊരു സിനിമയുടെ ഒരു പ്ലാനിങ്ങിലേക്ക് സാധാരണ രീതിയിൽ നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്ക് ചെന്നാലേ സിനിമ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ചെന്നൈയിലോട്ട് പോകണം. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു, ചെന്നൈയിലൊക്കെ എത്തിച്ചേരണം. ഇപ്പോൾ അത് നേരെ കൊച്ചിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇവിടെ നിന്നുകൊണ്ട് മാത്രം ഒരു സിനിമ ചെയ്യണം, ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രചോദനം എന്തായിരുന്നു? നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. അതൊരു സ്വപ്നമായിരുന്നു. നമ്മൾ ശ്രമിച്ചാൽ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉറപ്പുണ്ടായിരുന്നു നമുക്കെല്ലാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ശ്രമിച്ചു. എല്ലാവരും ഒന്നിച്ച് നിന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് നേടിയെടുത്തു. ഓക്കെ, ഞാനിത് മുമ്പ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളൊരു വെബ് സീരീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, സ്റ്റാർട്ട് ചെയ്തത് ഒരു വെബ് സീരീസ് എന്ന രീതിയിലായിരുന്നു. OTT ഒക്കെ റിലീസ് ചെയ്യാം ആ ഒരു രീതിയിൽ. പക്ഷേങ്കിൽ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ ആഷിക്ക് ആ ഒരു കാര്യം കൊണ്ട്, അല്ലെ അവൻ്റെ ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളത്, അതുകൊണ്ടാണ് ഇതൊരു സിനിമ എന്ന രീതിയിലേക്ക് മാറിയത്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും നിങ്ങളുടെ സുഹൃത്തായിട്ട് നിന്നിട്ട് ഇതിൻ്റെ ഏതൊരു ഘട്ടത്തിലാണ് നമ്മളെ വിട്ടു പോയതെന്ന് പറയാമോ? അതായത് നമ്മൾ എല്ലാവരും കൂടെ 5 പേരോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സ്ക്രിപ്റ്റിലുണ്ട്. പിന്നെ എൻ്റെ അനിയനാണ് ഷഹനാദ്, പിന്നെ ആഷിക്ക്. ഞങ്ങൾ 5 പേരായിരുന്നു ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തതും കാര്യങ്ങളെല്ലാം ആദ്യം ആ ഒരു പ്ലാനിങ് തൊട്ടുള്ള ഘട്ടത്തിലുള്ളത്. പ്ലാൻ ചെയ്തു, സ്ക്രിപ്റ്റ് ചെയ്തു, വെബ് സീരീസ് എന്ന രീതിയിൽ 4 എപ്പിസോഡുള്ള വെബ് സീരീസ് എന്ന രീതി ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഷൂട്ട് ഒരു 90-95% കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് ആഷിക്ക് നഷ്ടമായത്. അതെ.
ഓക്കെ, നിങ്ങൾ ഈ 5 പേരും ഈ നാട്ടുകാർ തന്നെയല്ലേ? അതെ 5 പേരും. അപ്പം നിങ്ങൾ നിന്നാണ് ഈ സിനിമ വലംപിരി ശംഖിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇതേ പേര് തന്നെ ആയിരുന്നു ശരിക്കും? ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് ആലോചിക്കുമ്പോൾ ഇതല്ലായിരുന്നു സംഭവം. ഓക്കെ. ഞങ്ങളെ ഈ വെബ് സീരീസ് ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത മസാല ചായ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ ഓർത്തു എന്തിനും വെറൈറ്റി ആയിട്ട് കണ്ടന്റ് പിടിക്കണം. ഇനിയും നമ്മൾ ഈ വെബ് സീരീസ് നമ്മുടെ ഇതിലോട്ട് മാത്രം നിൽക്കാതെ പുറത്തോട്ടുകൂടെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു യൂട്യൂബറുമായിട്ട് നമ്മുടെ ഫ്രണ്ടാണ്, പുള്ളിയോട് സംസാരിച്ചതിൻ്റെ ഗർഭിലാണ് പറഞ്ഞാൽ നമുക്കൊരു OTT വെബ് സീരീസ് ചെയ്യാം എന്നൊരു പ്ലാനിങ്ങിലോട്ട് വരുന്നത്. ആ പ്ലാനിങ് നമ്മൾ വന്നപ്പോൾ നമ്മളോട് തന്നാൽ ഇനി അതിനുള്ള സ്ക്രിപ്റ്റ് വേണം, കുറച്ച് ഹുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേണം എന്നുണ്ട്. ഞങ്ങൾ 4-5 പേര് കൂടി ഇരുന്ന് അതിനെ വർക്കൗട്ട് ചെയ്ത് മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് എത്തിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഞങ്ങളെ കണ്ടന്റിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഈ വലംപിരി ശംഖ് എന്നുള്ള പേര് മുന്നോട്ട് വരാൻ പല കാരണങ്ങളാൽ വരുന്നു. ഇപ്പോഴത്തെ ഇതിൻ്റെ കഥയും ഏകദേശം അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ നിലവിലെല്ലാം തട്ടിപ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് വരുന്നത്. ഈ പേരിടാൻ തന്നെ കാരണമുണ്ട്. നമ്മുടെ ഇതിനകത്തിൽ മെയിനായിട്ട് ഒരു കണ്ടന്റ് അത് തന്നെയാണ്. ഓക്കെ, അത് ആ ടൈറ്റിലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, ഒരു ശംഖ്, ഒരു ട്രീ കേസ്, ഒരു സംഗതി. അതന്നെ നമ്മുടെ പടത്തിന്റെ മെയിൻ കഥാപാത്രം ശംഖ്, പെട്ടി, ഒരു മാല, പിന്നെ ഒരു ബൈക്ക്. ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഓക്കെ, ത്രില്ലറാണ്. ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ്. അതായത് ഒരു 5 കഥകൾ 5 സ്ഥലത്ത് നടക്കുന്നു. അത് ഒരു ദിവസം 5 സ്ഥലങ്ങളിൽ 5 സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് ചേരുകയും ചെയ്യും. അവസാനം വരുമ്പോൾ എല്ലാം ഒന്നിച്ചാവുകയും ചെയ്യും. ഇതിനൊരു മെസ്സേജും ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ തുടങ്ങുന്നത് അവസാനം കൊണ്ടുവന്ന് വെക്കുന്നതിനകത്ത് ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വലംപിരി ശംഖ്. ഈ വലംപിരി ശംഖ് എല്ലാവരുടെയും ഒരു നോർമലി ചിന്തിക്കുന്നത് പറഞ്ഞാൽ വലംപിരി ശംഖ് എന്ന് പറഞ്ഞാൽ ശംഖ് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുന്നത്, നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ശംഖ് എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ കാണിക്കുന്നതും വിശ്വാസം ഉണ്ടെങ്കിലും അത് എന്താ പറയുക, നമ്മൾ പ്രവൃത്തിയിലൂടെ അത് JSK പോലൊക്കെ ഒരു വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാര്യം ഇപ്പോൾ ശരിക്കും ജാനകി, കാര്യം ശിവൻ എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് കണക്റ്റഡ് ആണല്ലോ ഈ ശംഖ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ജാനകി V എന്നാക്കണമെന്ന് പറഞ്ഞാൽ ശംഖ് V എന്ന് വല്ലതും പറയാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇതിന് പേരിടുന്നതന്നെ നമ്മളതിനെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞങ്ങൾ ഈ പേര് വേറൊന്നാണ് ക്യാച്ച് ചെയ്ത് വേറെ സംഭവമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ആ സമയത്ത് ഞാനൊരു അപ്രതീക്ഷിതമായി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടൊരു 1 കിലോമീറ്റർ അപ്പുറത്ത്, നമുക്ക് പറയാൻ പറ്റില്ല, 1 കിലോമീറ്റർ അപ്പുറത്ത് തൊട്ട് ഒരു വീട്ടിൽ ഞാൻ ചെല്ലുകയും, ഞാൻ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ കണ്ട് നമ്മൾ ആ കഥ തുറന്ന് അകത്തോട്ട് കയറുന്ന സമയത്ത് അവിടെ ഷെൽഫിൽ ഒരു ശംഖ് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ ക്യാച്ച് ചെയ്ത് ഞാൻ ചോദിച്ചു ആൻറ്റി എന്താ ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത് ചോദിച്ചു. പുള്ളിക്കാരി നമുക്ക് തോന്നുന്നു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മുടെ വീടിന് കുറച്ചൊക്കെ ഐശ്വര്യവും നമുക്കും സാമ്പത്തികമായിട്ടൊക്കെ. ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ട്, ഇത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ എന്നാൽ അത്യാവശ്യം കയറി പോകുന്നു. ഞാൻ ചോദിച്ചു ഓക്കെ ഞാൻ ചോദിച്ചു ഇത് മെയിനായിട്ടുള്ള വെക്കാൻ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുവന്നു. ഇത് കഴിഞ്ഞു ഞാൻ ചോദിച്ചു ഓക്കെ ചേച്ചി ഇവിടുന്ന് വിളിച്ചാൽ ഈ പറഞ്ഞ് കോവിഡ് ടൈമിൽ വല്ലതും ആടുന്നു ആ കൂട്ടും അത് തന്നെ കോവിഡ് കൂടെ കഴിഞ്ഞത്. ഞാൻ ചോദിച്ചു ഓക്കെ ചേച്ചി ഇവിടുന്ന് മേടിച്ചത്. അന്നേരം ആൻറ്റിയോട് സംസാരിച്ചിരിക്കുന്ന ചേച്ചി വന്നു, അവിടുത്തെ മരുമോൾ വന്ന സമയം മരുമോൾ വന്നപ്പോൾ ഞാൻ ചേച്ചി എവിടെ നിന്ന് മേടിച്ചത്? എടാ ഞാൻ ആൻറ്റിയോടെ ചോദിക്കുന്നത്, ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് ചേച്ചി ഇറങ്ങുന്നു. ഞാൻ ചേച്ചി ഇത് ഇവിടെ നിന്നാണ് മേടിച്ചത്? എന്നാൽ ചേച്ചി പറഞ്ഞു ഇത് നാപ്റ്റോളിൽ നിന്ന് മേടിച്ചാടാന്ന് പറഞ്ഞു. ശരി. എന്നാലും ഞാൻ നാപ്റ്റോൾ ഐശ്വര്യമാണോ ചോദിച്ചു. എന്നാലും ചേച്ചി നാപ്റ്റോളിൽ നിന്ന് മേടിച്ചാ എന്നാലും പുള്ളിക്കാരി എന്ന് പറയുന്നത് ഇത് നല്ല ആടാ, നീ പറഞ്ഞ വീട്ടിൽ മേടി വെച്ചു. ഞാൻ ചോദിച്ചു എത്ര? 4,099 രൂപയുള്ളെന്ന്. 4,999 രൂപയുള്ളെന്ന്. ഞാൻ ചോദിച്ചു ഇത് മേടിച്ചു വെച്ചാലോ എന്ന് പറഞ്ഞു. അവർക്കതൊരു വിശ്വാസമാണ്. ഞാനിത് കേട്ടിട്ട് ഞാൻ അന്നേരം വീടിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ കഥയിലും നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത് ഒരേ ടൂണിലോട്ട്, പക്ഷേ പേരിതില്ല. എനിക്കിത് കേട്ട ക്യൂരിയോസിറ്റി ഞാൻ ഷംനാദ് നമുക്ക് ഈ പേരാക്കിയല്ലെന്ന് ചോദിച്ചു. എന്നാൽ ഷംനാദാന്ന് ചോദിച്ചാൽ അണ്ണാ ഇതൊരു വിശ്വാസം, അങ്ങനത്തെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞു എന്ത് വിശ്വാസം നിനക്ക് തോന്നുന്നുണ്ടോ ശംഖ് വെച്ച്? എൻ്റെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ശംഖ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും എല്ലാം വരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ചേട്ടൻ തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് വേറെ കാര്യം പറയാനുള്ളത്, ഈ വലംപിരി ശംഖുണ്ട് ഇടംപിരി ശംഖുണ്ട്. ഈ വലംപിരി ശംഖിനകത്താണ് ശക്തി കൂടുതൽ എന്നുള്ള വിശ്വാസപരമായിട്ട് പറഞ്ഞു വരുന്നത്. ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതി അതാണ് വെച്ചിട്ടാണ്. അതൊക്കെ നോർമൽ നമ്മളെ ചിന്താഗതി, അതിനെ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതി നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലല്ലായിരിക്കും
അല്ല ഇപ്പൊ ഈ ശംഖിന് തന്നെ ഈ ശംഖ് വെച്ച് ചേട്ടൻ പറഞ്ഞ ഒരു വലംപിരി ഇടംപിരി എന്നല്ലേ പറഞ്ഞത്. ഈ ഇടംപിരി എന്നുള്ളത് എന്താ ഇടംപിരി എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആർക്കും അറിയത്തില്ല. ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അന്നേരം ഇവനൊരു സീനിൽ ശംഖ് എടുത്തിട്ട് പറഞ്ഞു 1 2 3 4 5 6 വലംപിരി ശംഖ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വെറും ഒരു ഇത് ചുമ്മാ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അന്നേരം ഈ ശംഖ് ആരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ വിശ്വാസപരമായി നേരിടാനൊന്നും അല്ല. ഇത് വിശ്വസിക്കുന്നൊരു വിശ്വസിച്ചോട്ടെ, പക്ഷെ എനിക്ക് നോർമൽ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അതിനൊരു വിശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല അത് എടുത്ത് പറയാനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുത്തിത്തിരിപ്പാണെന്ന് വിചാരിക്കല്ലേ. ഈ പറയുന്നത് ഡയറക്ടറിന്റെ പേരോട് ഇതിനകത്തൊരു വലിയൊരു വിഷയമാണ്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു വീട്ടിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പത്തനംതിട്ടയിൽ എത്ര വീട്ടിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഒത്തിരി ആൾക്കാരെ സുഹൃത്തുക്കളുണ്ട്. ചിറ്റാറിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ വെള്ളിമൂങ്ങ, പാമ്പ്, പഴുതാര ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുമായിട്ട് വെച്ചിട്ട് രക്ഷപ്പെട്ട ആരെങ്കിലും പറയാൻ പറ്റും എക്സാം? ഇല്ല, കാര്യം അതൊരിക്കലും അങ്ങനെ രക്ഷപ്പെടൂല. അല്ല അങ്ങനെ വലംപിരി ശംഖ് കൊണ്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരിക്കും. ഇതിന് വേറെ ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഈ വലംപിരി ശംഖ് ഇവർ മേടിച്ചു വെച്ചെന്ന് പറയല്ല വീട്ടിലെ രോഗശാന്തിക്ക് വേണ്ടി മേടിച്ചു വെച്ചെന്നൊക്കെയാണ് പറയുന്നത്. ആ വീട്ടിൽ തന്നെ വയ്യാത്ത ആളുള്ളതാ. അന്നേരം എൻ്റെ ഈ ശക്തി ഉണ്ട് അതങ്ങ് മാറത്തില്ലെന്ന് എൻ്റെ ഒരു തോന്നലുണ്ട്. ഞാൻ ചേച്ചിയോട് കണ്ടപ്പോൾ ചോദിച്ചു, ചേച്ചി ഇതൊക്കെ വിശ്വാസം മോനെ, അങ്ങനെ നമ്മൾ പറയില്ലെന്ന്. നമ്മൾ ഇത് വിശ്വാസം അങ്ങനെ പറയില്ല, നിനക്ക് അതിൻ്റെ ദോഷം കിട്ടുമെന്ന്. അങ്ങനത്തെ ചിന്താഗതി നമുക്ക് അതിനോടൊന്നും. വലംപിരി ശംഖ് എന്നുള്ളൊരു വലംപിരി ശംഖ് ഞങ്ങൾ അതിനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തിയേറ്ററിൽ പോയി 25-ാം തീയതി റിലീസാകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. അത് കണ്ടിറങ്ങിയതിന് ശേഷം ഇതെന്താണ് വലംപിരി ശംഖ് എന്നുള്ളത് മനസ്സിലാകും. ഇത് ഈ ചേട്ടൻ ചോദിച്ച ചോദ്യം ഞങ്ങളിത് നമ്മളെ എഡിറ്റിംഗ് സമയത്ത് ഡബിങ് സമയത്ത് ചെന്നപ്പോഴും നമ്മളോട് പല സ്റ്റുഡിയോ വെച്ച് ചോദിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. വലംപിരി ശംഖ് ചില പ്രശ്നക്കാരനല്ലേ, സെൻസറിൽ എന്തെങ്കിലും പ്രശ്നം? ഇല്ല പ്രശ്നമില്ല. എന്ത് പ്രശ്നം അതിനകത്ത്? ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞുള്ള പ്രശ്നം. നമ്മൾ അതിനകത്ത് ജാനകിയൊന്നും ഇല്ല, വലംപിരി ശംഖ് മാത്രമേ. എങ്ങാനും വ്രണപ്പെടാൻ സാധ്യത ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ 25-ാം തീയതി പോയി കാണട്ടെ, കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി. സ്ക്രിപ്റ്റ് റൈറ്റ് കൂടിയാണല്ലോ പറഞ്ഞോളൂ. അതല്ലേ ഇവൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇവൻ ഇല്ല വീടിന്റെ അകത്തോട്ട് ചെന്ന് കയറി എന്ന് പറഞ്ഞല്ലേ, ഇതുപോലെ ശംഖിന്റെ കാര്യമാണ്. ഇവൻ ഇനി പാത്രം കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ട് കയറുന്നത്. മനസ്സിലായോ? പാത്രം കൊട്ടിയാണ് ഇവൻ അവിടെ ചെന്ന് കയറിയത്. അതെ, അവിടെ ചെന്ന് ഇവൻ അതിനെ കുറിച്ച് അപ്പൊ അവര് ചോദിച്ചത് എന്തിനാണ് ഈ പാത്രം കൊണ്ടുവരുന്നത്? അതെന്റെ ഒരു വിശ്വാസം. പ്രതിരോധ ശക്തി കൂടുമല്ലോ. അവർ തന്നെ ഇവൻ ചെന്ന് കയറി, ഇവൻ എന്നിട്ട് അതിനെ കണ്ടന്റാക്കി. അവർ പിന്നെ ഇത് ഒരു കണ്ടന്റാക്കിയില്ല. അത്രേ ഉള്ളൂ. നമ്മളൊരു സിനിമ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലാണെങ്കിലും ഇപ്പം ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ ആയി വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോടികളുടെ ചിലവുകളുണ്ട്. ഒരു ദിവസം തന്നെ ഷൂട്ടിംഗ് ചിലവ് തന്നെ ഏകദേശം 2 ലക്ഷം രൂപയോളം ചിലവുണ്ട്, ആർട്ടിസ്റ്റിൻ്റെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഈ ചെറിയ ബഡ്ജറ്റിലേക്ക് ഈ ഒരു സിനിമ ചെയ്തപ്പം അങ്ങനെ ഒതുക്കി ചെയ്യുമ്പം നിങ്ങൾ അനുഭവിച്ച ഒരു വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഇതിനകത്തിൽ വെല്ലുവിളികൾ തുടക്കം തൊട്ടേ വെല്ലുവിളികളുണ്ട്. മെയിനായിട്ട് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് OTT വെബ് സീരീസിനാണ്. അന്നേരം നമ്മൾ അതിനൊരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടന്റ് ഓക്കെ ആയിരുന്നു, ഷൂട്ട് ചെയ്ത് അവർ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടന്റ് ഓക്കെയാണ്, ആ സാധനം വർക്കൗട്ടാണ്, 4 എപ്പിസോഡിലോ വർക്കൗട്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത്. അന്നേരം കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. പിന്നെ അത് നമ്മുടെയാണ് റിസ്ക് ആണ്. എല്ലാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടു, ഇനി ഷൂട്ട് ചെയ്യുന്ന ഫോർമാറ്റും പക്കയാണ്. ഫോർമാറ്റിൽ അവർ പറയുന്നുണ്ട് സ്റ്റുഡിയോയിൽ തന്നെ ഡബ് ചെയ്യണം. അങ്ങനെ അവർ പറയുന്ന കുറച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല ടെക്നിക്കലായിട്ട്, ഇത് ഇത്രയും കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ അതിനുവേണ്ടി നമ്മൾ 2 ലക്ഷം രൂപ പ്രതീക്ഷിച്ച് ഇറങ്ങിയിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി നമുക്ക് ഷൂട്ടിങ് ടൈം അതൊരു 60% ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ നമ്മളതിന് ഏകദേശം ഫണ്ടായി. പിന്നെ നമ്മൾ അത് നിർത്തുക. എന്തായാലും തുടങ്ങിയ സാധനം നമ്മൾ നിർത്താൻ പറ്റത്തില്ല. നമ്മളിപ്പം ഒരു ഷൂട്ട് തുടങ്ങി, അത് പകുതിയായി, ഇനി കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഷൂട്ട് ചെയ്ത് ഏകദേശം ഒരു 90%, 90% ഷൂട്ട് കഴിഞ്ഞ സമയത്താണ്. ആദ്യത്തെ എത്ര എപ്പിസോഡായിരുന്നു ആദ്യം ചെയ്യാൻ? 4 എപ്പിസോഡിന്റെ ഒരു 25 മിനിറ്റ് വെച്ച് 4 എപ്പിസോഡ്. 4 എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് തീരുമ്പോഴാണോ ഈ 6 ഷെഡ്യൂളായിട്ട് ഷൂട്ട് കാണുന്നത്? ഇവിടെ തന്നെയാണ് 6 ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂള് ഇതിനകത്ത് ഒരു 6 യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ കണ്ടന്റ് അവരെയാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഇതിനകത്തിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കണ്ടേക്കുന്നത് ഞാൻ ഷംനാഥ് മാത്രമേ ഉള്ളൂ. ഇവരോട് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഇവരുടെ സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. ഇപ്പം ഞങ്ങൾ ഷിജോ പി എബ്രഹാം യൂട്യൂബർ ഉണ്ടാകുന്നത്, പുള്ളിയോട് ഞാൻ സ്ക്രിപ്റ്റ് ആയ തൊട്ടിങ്ങനെ പറഞ്ഞ പുള്ളി ദിവിൻ സുരേന്ദ്രൻ പറഞ്ഞ് ഒരു ചേട്ടനോടുണ്ട് പുള്ളി. ഇവരെ രണ്ടും പിന്നെ ഇവർ രണ്ടും സ്ക്രിപ്റ്റ് ഫസ്റ്റ് പറയുമ്പോൾ പുള്ളി ആദ്യം സ്ക്രിപ്റ്റ് പറഞ്ഞു. പുള്ളി കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചു, ഇത്
കൂട്ടിക്കൊഴിയുന്നില്ല, നീ എനിക്ക് ചെയ്യേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. ഇവർ ചെയ്ത ഭാഗങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. ഇത് 5 കഥ ആയതുകൊണ്ട് 6ാമത്തെ കഥ ലിങ്ക് ചെയ്യുന്നുണ്ട്. 5 കഥയായതുകൊണ്ട് ഇവർ അവരുടെ ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളൂ. അന്നേരം അവരുടെ ഭാഗങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഓരോന്നോരോന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് 90% ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആഷിക്ക് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയത്. എന്താ പറയുക, ഞങ്ങളുടെ എല്ലാവരും ഒരു ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഇത് ബിഗ് സ്ക്രീനിലോട്ട് കാണിക്കുക. നമ്മൾ അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്ത് സാധനങ്ങൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന കാര്യം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിഷ്വൽ തിയേറ്ററിൽ വർക്കൗട്ട് ആവുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ലാൽ മീഡിയയിൽ സംസാരിച്ചു. അവിടെ നിന്ന് വിഷ്വൽസൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ വിഷ്വൽസൊക്കെ പക്കയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം നമ്മൾ പിന്നെ തിയേറ്ററിലോട്ടുള്ള ഒരു എലമെൻറ്റ് കേൾക്കണം. ആ എലമെൻറ്റ് കേട്ടാൻ വേണ്ടി ഞങ്ങൾ രണ്ടാമതൊരു 10 മിനിറ്റ് കൂടെ അല്ലേ 10 മിനിറ്റ് കുറച്ച് സീൻസ് കൂടെ റീഷൂട്ട് ചെയ്തു. ആ റീഷൂട്ടിലാണ് നമുക്ക് ഇതിനിരട്ടി പൈസ ആയത്. അത് ശരി. കാര്യം നമ്മൾ അത്യാവശ്യം ആ മേക്കിംഗ് കുറച്ച് മാറ്റി കുറച്ച് സിനിമാറ്റിക് രീതിയിലോട്ട് നമ്മൾ മാറ്റി. യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, മിനി യൂണിറ്റ് വെച്ച് ചെയ്ത്. മിനി യൂണിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മിനി യൂണിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് ശരി. കാര്യം നമുക്ക് പിന്നെ നമ്മൾ ഈ നൈറ്റ് ഷെഡ്യൂളായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത്. അല്ല, ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണിച്ചു തന്നിരുന്നു. അപ്പൊ പുറത്തു വിട്ടിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്നെ കാണിച്ചതാണ്. പക്ഷെ ഞാനത് കണ്ടപ്പോൾ എനിക്കതൊരു കുറച്ച് വ്യത്യസ്തമായി എല്ലാ മറ്റ് മലയാള സിനിമയോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ചെറിയ സിനിമ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു വലിയ സിനിമ തന്നെയാണെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് 2 സോങ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇപ്പോൾ നല്ല വ്യൂ ഒക്കെ ആയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കണ്ടിരുന്നു 10 ലക്ഷം. അതെ, ലിറിക്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് ഷംനാദ് തന്നെയാണ്. അത് ഒത്തിരി പേര് ചോദിച്ചു ആരെഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡയറക്ടർ മൾട്ടി ടാലന്റാണ്. ലിറിക്സ് സത്യത്തിൽ ലിറിക്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ പഠിച്ച ടൈമിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പാട്ട് എഴുതണം, ആ പാട്ട് പാടി പുറത്തു വരണമെന്നൊക്കെ. അന്ന് മനസ്സിൽ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ അത് നടന്നു. ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ല. നമ്മളുടെ തന്നെ പരിപാടിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ പറ്റത്തില്ല. അതെ, അവസരം കിട്ടാൻ പറഞ്ഞു. അതെ. പല നാട്ടില് ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിലും പറയുന്നുണ്ട്, സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാ സിനിമയിൽ എത്തിയിട്ടുള്ള ഒരുപാട് പേര്. പക്ഷെ നിങ്ങൾക്ക് ഞാനിവിടെ വന്ന് കണ്ടത് ഭയങ്കര സപ്പോർട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വലംപിരി ശങ്കർ എന്ന് പറഞ്ഞൊരു നമ്മുടെ നാട്ടിൽ എന്തായാലും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അതുപോലെ സപ്പോർട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം സപ്പോർട്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുകളിലാണ് ആ ഒരു സപ്പോർട്ട്. ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ സൗഹൃദത്തിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു വലിയൊരു കഥാപാത്രത്തിന് ജീവൻ കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഷംനാദ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ്? അതായത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയൊരു പടത്തിന്റെ ഭാഗമാകുന്നത്. അതിനെക്കുറിച്ച് പറയാമോ? അത് ഇവരെ സ്ക്രിപ്റ്റ് എഴുതുമ്പം തന്നെ ആഷിക്ക് എന്നോട് പറഞ്ഞു, ചില കഥാപാത്രങ്ങൾ ഇവർ എഴുതുമ്പം എൻ്റെ മുഖമാണ് ഇവർക്ക് വരുന്നത് നിങ്ങൾ ആഷിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആദ്യമേ ഞാൻ ഒരു പകരക്കാരനായിട്ടാണ് ചെല്ലുന്നത്. ഇതിൻ്റെ അകത്ത് 75ാം ബ്ലോക്ക് അല്ലേ, 75ാം ബ്ലോക്ക് വെബ് സീരീസിനകത്ത് ഒരു പോലീസുകാരനായിട്ട്. അപ്പം വേറെ ആരോ വരാനിരുന്നത് അദ്ദേഹത്തിന് വരാൻ പറ്റാഞ്ഞുകൊണ്ട് എന്നെ ആഷിക്ക് വിളിച്ചു. ഞാനും പ്രകാശും കൂടെ ചിറ്റാർ ലൊക്കേഷനിൽ ചെന്നു. അപ്പം അതിനകത്ത് ഡയലോഗൊന്നും ഇല്ലായിരുന്നു. ഡയലോഗ് ഇല്ലാത്ത ആ ഒരു സീനിൽ ആ ചെത്തണ്ണ എന്നെ ചെത്തണ്ണ ഇവരെല്ലാം വിളിക്കുന്നത് ഒരു വട്ടപ്പേരാണ്. അപ്പോൾ അല്ലല്ല എന്നെ അങ്ങനെ വിളിക്കുന്നത്, അങ്ങനെ അറിയപ്പെടുന്നത്. അതെ. അങ്ങനെ ഡയലോഗ് ഇല്ലാത്ത ആ ഒരു സീനിൽ അണ്ണന് ഡയലോഗ് ഒന്നും ഇല്ലല്ലോ, എന്നാൽ ഒരു കാര്യം പൊക്കേക്കട്ടെ സാറെന്ന് ചോദിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് പറഞ്ഞു. അപ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി വെളുപ്പിന് 3 മണിയോടെ ആയി തീർന്നപ്പോൾ. അപ്പോൾ അന്ന് ഷംനാദ് എന്ന് പറഞ്ഞു, അണ്ണാ ഇനിയും വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്തതിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഷംനാദ് എല്ലാം പറഞ്ഞ് ഞാനിനി പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഈ പ്രകാശിനോട് പറഞ്ഞില്ല ഇനിയും വിളിക്കുമോ അതോ ചുമ്മാ ഭംഗിവാക്ക് പറഞ്ഞാണോ. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം പറയട്ടെ, പിന്നെ ഒലക്കയുടെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് ഞാൻ മാറുമായിരുന്നു. ഒത്തിരിയും അവരുടെ കൂടെ ഒത്തിരിയും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹം. അതിനുശേഷമാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമാവുന്നല്ലേ? അതിനുശേഷമാണ്. പിന്നെ 2 വെബ് സീരീസിനകത്ത് അഭിനയിച്ചു, ഇവരുടെ ഷോർട്ട് ഫിലിമിനകത്ത് അഭിനയിച്ചു. എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമല്ലേ. ശരി. ഷംനാദിന്റെ മനസ്സിൽ വരും ആ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമ്മളെ ഫ്രീ ആക്കത്തുള്ളൂ. അതുവരെ നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സിനിമയിൽ ഒരു വലിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചെടുക്കുക ഒരാളാണ്. അപ്പം ആ കഥാപാത്രത്തെക്കുറിച്ചും ഈ ഒരു പടത്തെക്കുറിച്ചും ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഭാഗ്യമെന്ന് പറയാം, ലോട്ടറി അടിക്കുക എന്ന് പറയാം. അതിൻ്റെ കാരണം ഞാൻ പിന്നെ ഒലക്കയുടെ വെബ് സീരീസ് മൊത്തം കാണുകയും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അന്ന് പോലെ നമുക്ക് എന്നെ കൂടെ ഒന്ന് അഭിനയിപ്പിക്കാവോ എന്നൊരു മനസ്സിലൊരു ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ചെത്തണ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു വേഷം തരാമോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ
നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒത്തിരിയും കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പം നമ്മുടെ ഷംനാഥ് ഡയറക്ടറും പിന്നെ ഇവരുമെല്ലാം ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പോയി കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വണ്ടി ഇതിനകത്തൊരു ഓട്ടോയ്ക്ക് ചാൻസ് വന്നു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ശരി. ഓട്ടോയ്ക്ക് ചാൻസ് വന്നപ്പം ഒരു സ്വാഭാവികമായിട്ടും റേഷൻ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം ഡയറക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് വണ്ടി കൊടുക്കാമെന്ന്. ചേട്ടൻ്റെ ഓട്ടോയാണോ അതിനകത്ത് പോസ്റ്ററിലൊക്കെ കാണുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പിന്നെ പരസ്യത്തിലെ ലഡു പൊട്ടുന്ന പോലെ ഒരു ലഡു ഇങ്ങനെ പൊട്ടി നമ്മുടെ വണ്ടിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സന്തോഷമുള്ളൂ തരാൻ, 2 വരുമാനമാണല്ലോ. അപ്പം അങ്ങനെ രാത്രി ഒരു 10 മണിയോട് കൂടി വണ്ടി ഒന്ന് കാണാൻ പറ്റും. അന്ന് വണ്ടി ടെസ്റ്റ് ചെയ്ത് ഇറക്കിയതേ ഉള്ളൂ. അപ്പം നല്ല കളർഫുള്ളായിട്ട് കിടക്കുകയായിരുന്നു. വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹം അതപ്പോൾ തന്നെ പറഞ്ഞല്ലോ, പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്രത്യേകമായ എന്താ എനിക്ക് പറഞ്ഞത് ആളുകളെ കണ്ട പുള്ളിക്ക് അറിയാം. എന്നോട് ഒരു വേഷം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇരുന്നിട്ട് 2-5-6 വീട്ടിലോട് ഇങ്ങനെ ടകടകടക്കാതെ പോട്ടി നമുക്ക് പുറത്ത് കാണിച്ചില്ല. ഞാൻ പറഞ്ഞു അതിനെന്തോ പോയി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. 2-3 സീനാണ് രാത്രി തന്നെ 2-3 ഇദ്ദേഹം ഉണ്ടായിരുന്നു. സീനൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ നാളെ വണ്ടിയും കൊണ്ടും ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ വരികയായിരുന്നു സംഭവത്തിൽ. അങ്ങനെ യാദൃച്ഛികമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന രീതിയിലല്ല, ഞാൻ സ്കൂൾ നാടകത്തിൽ അഭിനയിച്ചിട്ടേ ഉള്ളൂ, അല്ല നമുക്ക് അഭിനയമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം വന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അഭിനയത്തിന് വേണ്ടി കയറുന്നപ്പോഴത്തേക്ക് നമ്മളെ കിളി പറന്നുപോയി. കാരണം എന്താ ചെയ്യേണ്ടത്, മൊത്തം കിളിയും പറന്നുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഇവരൊരു ഞാൻ തുറന്ന് പറഞ്ഞത് എനിക്ക് പോകുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയണം. അപ്പോൾ ഇവർ പറയുന്ന ഡയലോഗും ആ സിറ്റുവേഷനും പറയുന്നത് മാത്രമേ നമുക്ക് സത്യം പറഞ്ഞ് അറിയത്തുള്ളൂ. പറഞ്ഞത് നേര് തന്നെയാണ്. നമ്മുടെ ആ കഥാപാത്രത്തിന് എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സിനിമയുടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ഷംനാഥ് പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞ എനിക്ക് അറിയത്തുമില്ല. നമ്മുടെ പറഞ്ഞു നിൽക്കുകയല്ലേ കിളി. ഇനി ഇത് ചിത്രം കണ്ടല്ലേ കൂട്ടി കയറത്തുള്ളൂ, വെളി കിടക്കാണ്. അതാണ് വിഷയം. അതേപോലെ പടത്തിൽ മറ്റൊരു വേഷം ചെയ്ത ഒരാളാണ്, പറയൂ. പ്രകാശ് പേര്. ഓക്കെ. ഇന്നത്തെ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് പ്രകാശിന്റെ കൂടെ ചേർത്തൊരു ഇന്നും കൊണ്ട് പ്രകാശൻ എന്ന പേര്. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അജീഷും ഞാനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂൾ തൊട്ട് ഒരുമിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ കലാപരമായിട്ട് പരിപാടികളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുമെങ്കിലും ഈ ഞാനും രാഷണ ചെത്തണ്ണും കൂടെ 75 ബ്ലോക്ക് എന്ന് പറയുന്ന വെബ് സീരീസിൽ കൂടെ ഞാനും രാഷണനും കൂടെ ഒലക്കയുടെ ഈ കൂട്ടായ്മയിലോട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്ന ഷോർട്ട് ഫിലിമുകളും എല്ലാം ഈ ടീം നമ്മളെ ഉൾപ്പെടുത്തി, ചെറിയ ചെറിയ വേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വന്ന് ലാസ്റ്റ് ഇങ്ങനെ ഈ സിനിമയുടെ ഇതുവരെ എത്തിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് പോസ്റ്ററുകളിലൊന്നും ഞാനില്ല, കാരണം എനിക്കൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയായിരുന്നു. ഇത് മുമ്പേ ചോദിച്ച പോലെ ഇതിനകത്ത് എന്തൊക്കെയാണ് തരണം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഞങ്ങൾ ഓരോ ഷോർട്ട് ഫിലിമും വെബ് സീരീസ് ചെയ്തതിനകത്ത് എല്ലാവർക്കും ഓരോരോ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ രാഷനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു കാല്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ആക്സിഡൻറ്റ് പറ്റി. ചെറിയ ഫേസിനൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ദുരന്ത കഥയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുജന ആഷിക്കിൻ്റെ. അപ്പോൾ അങ്ങനെല്ലാം വന്ന് പോസ്റ്ററിനകത്ത് നമുക്കില്ലെങ്കിൽ പോലും നമുക്കൊരു വലിയൊരു സ്വപ്നമായിരുന്നു. അവൻ്റെ സ്വപ്നവും നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ട സ്വപ്നങ്ങളിലെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു സിനിമ ഇപ്പം ജൂലൈ 25 തിയേറ്ററിലോട്ട് എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മഹേഷനാണെങ്കിൽ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോകും. എല്ലാം ഞങ്ങൾ പണിക്ക് പെയിൻറ്റിങ്ങും ടൈൽസിൻ്റെ പണിക്കും ഓട്ടോ, പിന്നെ ഇവർ എറണാകുളത്ത് ജോലിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ പുള്ളി പോലീസുകാരനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഒരുമിച്ച്. അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാൻ ഓരോ ദിവസം ഗ്രൂപ്പിനകത്ത് ഒരു ഇന്ന ദിവസം പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം. ഞങ്ങളിങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാനെല്ലാം പോവാം. അപ്പോൾ നേരെ മറിച്ച് നമ്മുടെ പോസ്റ്ററിനകത്ത് നമ്മുടെ ഫേസ് ഇല്ല. അപ്പം നമുക്കത് വിഷമമല്ല, പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മുടെ ചെറിയൊരു ഒത്തിരി പേരെ ഒരു പ്രതീക്ഷയുണ്ട് സിനിമയിലെ മനസ്സിലുള്ളവരെ ഒരു മുഖം കാണിക്കാന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് നമ്മൾ തൊട്ടടുത്ത പ്രദേശത്ത് പോയി പോസ്റ്റർ ഒട്ടിക്കാൻ ചെന്നപ്പം പുള്ളി പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോസ്റ്റർ ഇങ്ങനെ കൈ പിടിച്ചേക്കുക. അപ്പോൾ പോസ്റ്റർ കൈ പിടിച്ചിട്ട് പുള്ളി ചോദിച്ചേക്കുക, എടാ ഇത് ഉള്ളതാണോ ഈ സംഭവം? ഞാൻ ചോദിച്ചു, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ ഫോട്ടോ ഈ പോസ്റ്ററിനകത്തില്ല. എന്ന് ചോദിച്ചാൽ ഇത് ഉള്ളതാണോ പോസ്റ്റർ? അതായത് വലിയ പോസ്റ്റർ, സിംഗിൾ പോസ്റ്റർ എല്ലാം കൂടെ ഉണ്ട്. പോസ്റ്ററിനകത്ത് പുള്ളി മാത്രമല്ല, പുള്ളിയുടെ ഓട്ടോയും ഉണ്ട്. അതിന് എടാ ഇതിനകത്തുള്ളതാണോ? എൻ്റെ പൊന്നെണ്ണ, ഞാൻ ഇതിനകത്തുള്ളതാണ്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ളതാന്ന് പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞൊരു ദിവസം പിന്നെ പോയപ്പോൾ ചോദിച്ചു, എടാ ഈ സിനിമ ഷംനാഥൊക്കെ കണ്ടോ?
ഷംനാദ് അത് പുള്ളി പറഞ്ഞു, അതിന് തൊട്ടു മുമ്പ് ഉത്തരം നൽകിയായിരുന്നു, ഒരു കിളി ഇറങ്ങി പോയിട്ടുണ്ടെന്നുള്ളത്. എന്നോട് ചോദിച്ചേ, എടാ ഇത് ഷംനാദ് അപ്പോ ഒക്കെ ഇത് കണ്ടോ? എന്റെ പൊണ്ണെണ്ണ അവരല്ലേ ഇത് എഴുതിയേക്കുന്നേ? ആണോ? ഞാന് ഇതെപ്പോഴാന്ന് ഓർക്കുമ്പോ വൈകിട്ട് 3 മണിയായപ്പോ നമ്മുടെ കലഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താ. ഇടയ്ക്ക് നമ്മള് പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രാഷ്ട്രം ഞങ്ങൾക്ക് ഇത് ചിരിക്കണമെന്നുണ്ട്, ഇത് ഒട്ടത്തിലുള്ള വീട്ടിൽ പോകാൻ. എടീ ഇത് അപ്പം ഷംനാദ് ഒക്കെ ഉണ്ടോ? അണ്ണാ അവരല്ലേ ഇത് എഴുതിയേക്കുന്നേ, ഷംനാദല്ലേ ഡയറക്റ്റ് ചെയ്തേക്കുന്നേ. അപ്പൊ അവര് കണ്ടു കാണുമല്ലേ? ഇത് നമ്മുടെ ഈ ജഗദീഷ് ചേട്ടന്റെ ഒക്കെ സിനിമയിലൊക്കെ മറ്റേ ഒപ്പം സിനിമയിലുള്ള അതുപോലെ ആയിപ്പോയി. ഇവൻ പോകുമ്പോ ഇവനോട് ഞാൻ പറയാം, എടാ മകേഷന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്നോട് ഒന്ന് പറയണമെന്ന് പറയും. ഇവൻ പറയും, എടാ ഇന്നും ഒരു സംഭവം ഉണ്ട്, ഞാൻ നാളെ രാവിലെ പറയാന്ന് പറയും. എന്നും കൊണ്ട് പോകും. ലേഡീസ് കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുണ്ട്. എത്ര പേരുണ്ട്? അത് നമുക്ക് 3 ആർട്ടിസ്റ്റ് ഉണ്ട്. 3 ആർട്ടിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവര് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണോ? അല്ലല്ല, പുറത്തുനിന്ന് വിളിച്ചതാണ്. തിരുവനന്തപുരത്തുള്ള ഗൗരി എന്ന് പറഞ്ഞാണ്. പിന്നെ ലക്ഷ്മി പ്രകാശ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സിനിമയിലുള്ള ആളാണ്. സിനിമ റീൽസ് ഒക്കെ ചെയ്ത്. അല്ല, എനിക്ക് ഷംനാദിനോട് ചോദിക്കുക ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഡയറക്ടർ ആകുന്ന ഒരു വ്യക്തിക്കും ഒരു ആർട്ടിസ്റ്റിനെ മുൻനിർത്തിയിട്ട്, നിങ്ങളാരും ആർട്ടിസ്റ്റിന് നല്ലെന്നല്ല പറയുന്നത്, ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു ആക്ഷൻ പറയണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ റോളെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്യാൻ? എന്തുകൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റിനോട് ഇതിനകത്ത് വെക്കാൻ? നമ്മളത് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു വെബ് സീരീസ് ആയിട്ട് തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ആക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്തായാലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങളും മറ്റെല്ലാം തന്നെ ആദ്യം നമുക്ക് നോക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുറ്റും കഴിവുള്ളവരുണ്ടല്ലോ. ക്യാമറമാനെ കുറിച്ച് പറഞ്ഞില്ല. ക്യാമറമാൻ 2 പേരാണ്. ഇത് 2 ഘട്ടമായിട്ട്, 6 ഷെഡ്യൂളായിട്ടാണ് ഷൂട്ട് ചെയ്തത്. കുറച്ച് എല്ലാവരുടെയും സമയവും അല്ല മറ്റു ജോലി തിരക്കുകളും ആ ഗ്യാപ്പും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഫസ്റ്റ് ഒരു പോർഷൻ ചെയ്തത് ആകാശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, സുഹൃത്തുക്കളാണ്. സെക്കൻഡ് ശരത് സജി എന്ന് പറഞ്ഞാൽ. ഡയറക്ടർ എന്തൊക്കെയാണ് ശരിക്കും പണിയൊക്കെ ചെയ്തേക്കുന്നതിനകത്ത്? എഡിറ്റിങ്, ഡയറക്ഷൻ, പിന്നെ ലിറിക്സ്. ഓക്കെ. അപ്പോൾ ബാക്കി അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു ഇതിന് ശേഷമുള്ള? അതൊരു വലിയൊരു ശരിക്കും ഇതിൻ്റെ ഷൂട്ടും കഴിഞ്ഞ് എഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കുറച്ച് പോർഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാവരും ചേർന്നാണ് തീരുമാനിച്ചത് നമുക്ക് സിനിമയാക്കാന്നുള്ള രീതിയിൽ. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളെ പറ്റി, ഇത് സിനിമ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ ഇതിന് പിന്നിൽ വേണമെന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. പിന്നെ അതിന് പുറകിലായിട്ട് ഒരു വർഷത്തോളം ഉള്ള ഒരു കഷ്ടപ്പാടും പ്രയത്നവും ആ ഒരു വർക്കിൻ്റെ ഇതായിട്ടാണ്. ആദ്യം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇത് കാണാത്ത പലരും ഉണ്ട്. പലരും നല്ല 2 പേരല്ലാതെ മറ്റേ അങ്ങനെ ഫുള്ളായിട്ട് കണ്ട ആളുകളില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഭിനയിച്ചവർക്ക് തന്നെ സംശയം ഉണ്ടാകും, ഇത് സിനിമ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്. ഇപ്പോഴും ഇട്ടിരിക്കുന്നവർക്കെല്ലാം അണ്ണൻ ഇവിടെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ എങ്ങനെയായിരിക്കും ഇത് ഔട്ട് വരുന്നത്. ഒരു സിനിമ വെബ് സീരീസ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു വർക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമ്മൾ റീഷൂട്ട് കുറച്ച് ആഡ് ചെയ്തെങ്കിൽ പോലും ഒരു സിനിമ ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളതിൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു സംശയം ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മൾ പറയുന്നത് ആ ഒരു തിയേറ്ററിൽ കാണുക, എന്നിട്ട് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ, അത് എന്ത് തരത്തിലാണെങ്കിലും അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. ഇവിടെ ഷൂട്ട് ചെയ്ത് ഇവിടെ പ്ലാൻ ചെയ്തെങ്കിലും വലിയൊരു സിനിമയുടെ പ്രോസസ്സിംഗ് എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ ഫുള്ള് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ടെക്നീഷ്യന്മാർ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം ഒരു പക്ക സിനിമയുടെ ഒരു ചാനലിൽ കൂടെ തന്നെ പോയിട്ടുള്ളതാണ്. അന്നേരം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പടം എന്ന് പറയുമ്പോൾ അവർക്ക് തിയേറ്റർ എഫക്റ്റ് ആണ് കൊടുക്കേണ്ടത്. അവർ കാണാൻ വരുമ്പോൾ നമ്മളത് നമ്മുടെ മ്യൂസിക് ഡയറക്ടറോട് നമ്മൾ ബിസിനസ് ചേട്ടനോട് പറഞ്ഞ ഒരു കാര്യം, ചേട്ടാ നമ്മുടെ പടം കാണാൻ വരുന്നവരെ വിഷ്വലി ഞങ്ങൾ ഓക്കെ ആക്കും, പക്ഷെങ്കിൽ അവർക്ക് മ്യൂസിക്കലി അവർ ഒരിക്കലും ഒരു എൻഗേജ്ഡ് ആയിട്ട് തന്നെ ഇരുന്ന് കാണേണ്ട ഒരു സ്ഥിതിയിലോട്ടുണ്ടാകും. പുള്ളി പറഞ്ഞു, പുള്ളിയോട് ഞങ്ങൾ വെച്ചാൽ വിഷ്വൽ കണ്ടിട്ട് ഓക്കെ പറഞ്ഞാൽ മതി. വിഷ്വൽ മൊത്തം കണ്ടു ചെയ്തതിന് ശേഷം പുള്ളി പറഞ്ഞു ഇത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം, നിങ്ങൾ ഒന്നും പഠിക്കണം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കൂ. നമ്മൾ ഇവരെല്ലാം ടെക്നിക്കലായിട്ട് എല്ലാവരും സമീപിച്ചതിന് ശേഷമാണ് പുള്ളി ഒന്ന് വർക്കൗട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പുള്ളി ഓരോ ഘട്ടം കഴിഞ്ഞിട്ട് മ്യൂസിക് നമുക്ക് അയച്ചു തരും. ഞങ്ങൾ ചെറിയ കറക്ഷൻസ് പറഞ്ഞു, ഒരു കറക്ഷൻ പറയുന്ന പുള്ളി അതിൻ്റെ അടിപൊളിയായിട്ട് അടുത്ത പ്രാവശ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ബെറ്റർ ആയിട്ട് തന്നെ നമുക്കൊരു തിയേറ്റർ എഫക്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ ഫസ്റ്റ് നമ്മുടെ 2 സീനിൽ ഫസ്റ്റ് എടുത്ത ഓപ്പണിങ് സീൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി ചെയ്തേക്കുന്ന വേറെ ലെവൽ നമ്മൾ ചെയ്താൽ പുള്ളിക്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു തിയേറ്റർ എഫക്റ്റിലോട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ആഷിക്ക് നിങ്ങളെ വിട്ടുപോകുന്നത് ശരിക്കും വെബ് സീരീസിന്റെ സമയത്താണോ അതോ സിനിമയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണോ? ഇതല്ല ഞങ്ങളുടെ സിനിമ.
അത് വേറൊരെണ്ണത്തിന് പ്ലാൻ ചെയ്ത് 2026 ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫൈനൽ റീഡിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് അവനും അറിയാനായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി എറണാകുളത്ത് വെച്ച് പോയത്. എല്ലാം അവനും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ എന്താ സാഹചര്യം നമുക്കറിയാം, അവനും അറിയാം നമ്മൾ താമസിക്കാതെ സിനിമ ചെയ്യും എന്നുള്ളത്. ഇതെല്ലാം വെബ് സീരീസ് ചെയ്തതിൻ്റെ അടുത്ത് തുടങ്ങാനുള്ള പ്ലാനില്ല. അതിൻ്റെ കാര്യം നമുക്ക് സിനിമ ചെയ്യണ ചാടിക്കറി ചെയ്യാൻ പറ്റത്തില്ല, അതിന് കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട്. അന്നേരം കുറച്ച് സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തന്നെ അന്നേരം പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ അത് ഇങ്ങനെ ആക്കുക ഇങ്ങനെ. ഈ അവസാനത്തെ നമ്മൾ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള 1 ലൈൻ അതിപ്പോഴും എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ട് ഞങ്ങൾ റെക്കോർഡ് ഇട്ട് വെച്ചിരുന്നു. കാര്യം അതിനകത്തിലുള്ള സാധനങ്ങൾ ഒരു കോമഡി എലമെൻ്റ് ആയിരുന്നു. അത് ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. അന്ന് പറഞ്ഞൊരു സീനൊക്കെ ഞങ്ങളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക, പിന്നെ എഴുതാനുള്ള രീതിയിൽ എഴുതി. അവസാനം അവൻ്റെ ലാസ്റ്റ് ഷൂട്ടിന് അന്ന് ഈ കഥകൾ പറഞ്ഞാൽ ഞങ്ങൾ പിരിയുന്നത് തന്നെ. അത് കേട്ടാൽ തന്നെ നമ്മൾ ചിരിക്കുക, അത്രയ്ക്കുള്ളൊരു സംഭവമായിരുന്നു. ആഷിക്ക് ഇപ്പോൾ ഇതിനകത്ത് ഫുള്ള് ഒരു ക്യാരക്ടറായിട്ട് തന്നെ തീർച്ചയായിട്ടും ക്യാരക്ടറുണ്ട് എല്ലാം. ആഷിക്കിനെ ഒരു തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണണമെന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞങ്ങൾ പറയാം, ഞങ്ങൾ തീരുമാനിച്ചത് ഇവൻ മരിച്ച് ടെക്നിക്കലായിട്ട് നമുക്ക് ഓക്കെ തോന്നിയപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചാണ് ഇതിലെന്തോ സംഭവിച്ചു, എന്തോ പ്രശ്നങ്ങളുണ്ടായാലും അത് പൈസയുടെ ആയാലും എന്ത് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിയേറ്ററിൽ ഓടിച്ചിരിക്കുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ബഹിരാകാശത്ത് റോക്കറ്റ് വിടുന്നത് ഒരു മനുഷ്യൻ്റെ നിർമ്മിതിയിലാണ്. അന്നേരം പിന്നെ നമുക്ക് ഈ സിനിമ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല. നമുക്ക് ഞങ്ങൾ തീരുമാനിച്ചതേ ഉള്ളൂ, എന്തായാലും മനുഷ്യനായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. നമ്മളത് ശ്രമിക്കുക. അതിൽ ഇപ്പം നമ്മൾ പലരും ഞങ്ങൾ ഇത് ഇറങ്ങിയപ്പം പറഞ്ഞു ഇതൊക്കെ വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല, നിങ്ങളുടെ പൈസ പോവും, നിങ്ങൾ പൈസ എല്ലാം നോക്കി. നമ്മൾ അവന് വേണ്ടി എന്താണ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ നിമിഷം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 100-ലൊരു 150% കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് തിയേറ്റർ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുള്ള കോൺഫിഡൻസും ഞങ്ങളുടെ വിശ്വാസവും. സിനിമയിലൊക്കെ നമുക്ക് പല സിനിമകളും ഇതിനകത്ത് ഈ കഥ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ സിനിമയുണ്ടാക്കുക, ക്ലൈമാക്സിൽ പ്രേക്ഷകരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് കയ്യടി മേടിക്കുക, അത് വിജയത്തിലേക്ക് എത്തിക്കുക. പക്ഷെ അതൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അല്ല അതല്ലേ അതിൻ്റെ സൗഹൃദം. നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന സൗഹൃദം നമ്മൾ ഒരിക്കലും നമ്മളെന്താ പറയുക, പല സിനിമയ്ക്കകത്ത് കാണുന്ന സൗഹൃദങ്ങൾ കണ്ടിട്ട് എന്താടാ ഇത്, എന്ത് സൗഹൃദം എന്ന് പറയുമ്പോൾ ഇതല്ലേ. പക്ഷേ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയും കുറച്ച് സൗഹൃദങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞത് അത് നമ്മളിലേക്ക്, നമ്മുടെ സൗഹൃദത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള് അവൻ്റെ എല്ലാ നന്മകളും നമ്മൾ ആഗ്രഹിക്കും. അതെ, മനസ്സിലായോ? അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്, അവൻ്റെ ആ സ്വപ്നം എന്താണ്, അവൻ്റെ കൂടെ നിന്ന് അത് സാക്ഷാത്കരിച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ അവൻ എന്ത് കാര്യം, അവനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെന്ന് പറയാൻ മോശം കാര്യങ്ങളും എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ, മോശവും നല്ലതുണ്ട്. പക്ഷേ അവരിലെ ഏറ്റവും നന്മ, അവൻ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹങ്ങളിലെ നന്മ എന്താണോ അതിനുവേണ്ടി നമ്മൾ കൂടെ നിൽക്കുക. കൂടെ നിന്നിട്ട് അത് അവൻ്റെ ആ ഒരു സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ച് കൊടുക്കുമ്പോൾ അതാണ് സൗഹൃദം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്ങനെ വേണമൊരു സൗഹൃദം, അങ്ങനെ ആവണം. അതിൽ നമ്മൾ ആ ഒരു സിനിമയ്ക്ക്, നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മുടെ ഒരു കൊടുക്കുന്ന ഒരു മെസ്സേജും അത് തന്നെയാണ്. കാരണം നമ്മൾ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ എല്ലാവരോടും പറയുന്ന പോലെ അല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ സുഹൃത്താണ്. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അയാളുടെ എല്ലാ കാര്യങ്ങളും നമ്മളും നമ്മുടെ കാര്യങ്ങളും അയാളും എല്ലാം കേൾക്കാനും തയ്യാറായി. ഒന്നും പറയാതെ ഒരു ദിവസം ഒന്നും പറയാതെ പോയി എന്നുള്ളതാണ് അതാണ് നമുക്ക് ഏറ്റവും ഇപ്പോഴും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ വിശ്വസിക്കുന്നത് അവൻ പോയിട്ടില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവന് പോകാൻ പറ്റില്ല. ഈ 5 വിരലുകളില്ലേ എന്ന് പറയുന്ന പോലെ, ഒരു കയ്യിലെ 5 വിരലുകൾ പോലെ ഒന്നായിരുന്നു അവൻ. ഒരു വിരൽ നഷ്ടപ്പെട്ട അവസ്ഥയാണല്ലേ? ഒരു വിരൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഒരിക്കലും അത് എത്രയൊക്കെ അയച്ചെന്ന് പറഞ്ഞാലും അവനാവില്ല. ഒരു നാട് നമ്മുടെ കൂടെ നിൽക്കാന്ന് പറയില്ലേ? അതെ അതെ അതെ, മനസ്സിലായി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നല്ലോ, ഒരു നാടൊന്നും കൂടെ നിൽക്കത്തില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇതൊരു നാടല്ല, നമ്മളെ അറിയുന്ന നമ്മുടെ ഈ, അതായത് സീതത്തോട് ചിറ്റാറ് പഞ്ചായത്തിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ അടുത്ത മറ്റ് പ്രദേശങ്ങളിലുള്ളവർ എല്ലാവരും, ഇതിനകത്ത് ഒരു നെഗറ്റീവ് പറയുന്ന ഒരാൾ പോലും ഇല്ല. എല്ലാവരും പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, ഇത് അവരുടെ സിനിമയാണ്, ഈ നാടിൻ്റെ സിനിമയാണ്. ഈ നാട്ടിലെ ഓരോരുത്തരും അത്രയ്ക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിലൊരാളെ ഇന്നയാളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരാൾ 100 ആണെങ്കിൽ മറ്റേ 200% നമ്മളെ സപ്പോർട്ട് ചെയ്യും.
അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. തങ്ങളെ ആദ്യ കാലഘട്ടത്തിൽ കൂടെ നിന്ന ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, ആ സുഹൃത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഒരൊറ്റ വാക്കിലാണ് നമ്മൾ ഈ സിനിമ എടുത്തത്. കാരണം അപ്പം അവൻ അന്ന് പറഞ്ഞായിരുന്നു നമ്മളെ എന്നാ ഇതുപോലെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഒറ്റ വാക്കിന്റെ പുറത്താണ് നമ്മൾ അത്രയും ശക്തമായിട്ട് ഇതിൽ നിന്ന്. അതെ, അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ ആഗ്രഹിച്ച കുറേ സുഹൃത്തുക്കളും നാട്ടുകാരും. പക്ഷെ അതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ മലയാള സിനിമയ്ക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത്. ചെറിയ കട്ടിങ്സും ക്ലിപ്പുകളും ഒക്കെ ഞാൻ കണ്ടു. സോങ് ആണെങ്കിലും ഏകദേശം 10 ലക്ഷം പേരോളം കണ്ട് യൂട്യൂബിലൊക്കെ വലിയ വിജയമാണ്. അപ്പം ആ വിജയം തന്നെ തുടരട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.